ഹായ്, ഇന്ന് കല്യാണത്തിൻ്റെ ഹാരത്തിൻ്റെ ഫ്ലവേഴ്സ് പ്രിസർവ് ചെയ്താലോ നമുക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൾട്ടി കളർ കോമ്പിനേഷനിൽ ഒരു ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവുമോ ഇല്ലേന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ആ മിക്സിങ്ങിൻ്റെയും ഒഴിക്കുന്നതിൻ്റെയും ഒന്നും വീഡിയോ എടുത്തില്ല. പക്ഷേ അത് വലിയൊരു നഷ്ടമായി പോയെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അത്ര സൂപ്പറായിരുന്നു. ഇതെൻ്റെ അനിയൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൻ്റെ ഹാരമായിരുന്നു. ഹാരം തുളസി ഹാരമായിരുന്നു. അതിനകത്ത് ഉണ്ടായിരുന്ന റോസ് പെറ്റൽസ് ആണ് ആളൊരു കവറിലാക്കി എനിക്ക് തന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഈ പേരൊട്ടിക്കുന്ന ഈ സ്റ്റിക്കറിൻ്റെ പേരാണ് വിനയൽ സ്റ്റിക്കർ. ഇത് നമ്മളെ നോർമൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പോലെയല്ല. ഇത് നമുക്ക് ഒട്ടിച്ചിട്ട് പറിച്ചെടുക്കാൻ പറ്റും. അപ്പം ആ പേര് മാത്രമേ അവിടെ സ്റ്റിക്കായിട്ടിരിക്കത്തുള്ളൂ. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഷീറ്റ് ഇങ്ങനെ ഇളകി വരും. അപ്പോൾ ഇത് കുറച്ചും കൂടെ വൃത്തിയുള്ളതുകൊണ്ട് ഞാൻ കല്യാണ ഹാരങ്ങൾക്കൊക്കെ എപ്പോഴും ഇത് തന്നെയാണ് പ്രിൻ്റ് എടുത്ത് ചെയ്യാറ്. ഈ സ്റ്റിക്കർ പ്രിൻ്റ് ചെയ്ത് തരുന്ന ഒരുപാട് പേജസ് ഇൻസ്റ്റയിലുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റിക്കർ ഷോപ്പില്ലേ, ഈ വണ്ടിയിലും കാറിലും ഒക്കെ പേരെഴുതി ഒട്ടിക്കുന്നത്, അവിടെ തിരക്കിയാൽ അവർ പ്രിൻ്റ് എടുത്ത് തരും. ആദ്യത്തെ ലെയർ കളർ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് അതിനകത്ത് അത് ഡ്രൈ ആവുന്നതിന് മുമ്പാണ് റോസ് പെറ്റൽസ് വെക്കുന്നതും താലി ചരട് വെക്കുന്നതും. പിന്നെ ഇവരെ ഹാരത്തിൻ്റെ കൂടെ ഒരു ഗോൾഡൻ കളർ റിബൺ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു ചെറിയ പീസ് കട്ട് ചെയ്താണ് ഞാൻ താലി ത്രെഡിൻ്റെ കൂടെ വെച്ചേക്കുന്നത്. പിന്നെ രണ്ടാമതൊരു ലെയർ ഒഴിക്കും. അത് കഴിഞ്ഞ് ഇത് മൂന്നാമത്തെ ലെയറാണ് ഒഴിക്കുന്നത്. ചിലരൊക്കെ ഈ മൂന്നാമത്തെ ലെയർ ഒഴിക്കുന്നതിന് മുമ്പാണ് നെയിം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റി. ആകെ ഡിമോൾഡ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ മാത്രമേ എൻ്റെ കയ്യിൽ ഫൈനൽ ഔട്ട്പുട്ടായിട്ടുള്ളൂ. കാരണം അനിയൻ്റെ ഫോണിൽ നല്ലപോലെ എടുക്കാമെന്നും പറഞ്ഞ് ഞാൻ ഇത് വീട്ടിൽ കൊണ്ട് കൊടുത്തു. പക്ഷേ അവനും അപ്പോഴത്തെ വെപ്രാളം കാരണം നല്ലൊരു വീഡിയോ എടുത്തില്ല. ഇത് നമുക്ക് കസ്റ്റമർ അയച്ചു തന്നൊരു ഫോട്ടോ ആണ്. എന്തായാലും കസ്റ്റമർ ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ ഇതുപോലുള്ള വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ.